ഹായ്, ഇത് നമുക്കൊരു സെറാമിക് കോട്ടിങ്ങിനായിട്ട് കിട്ടിയിട്ടുള്ളത് കിയ കാരൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് നോക്കാനുള്ള എന്തൊക്കെയാണ് നമ്മളൊരു സെറാമിക് കോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്. അതുപോലെ ഇത് പുതിയ വണ്ടിയാണ്, ഏകദേശം ഒരു 2 weeks ആവുന്നുള്ളൂ. അപ്പോൾ ഈ വണ്ടിയിൽ എല്ലാ കസ്റ്റമേഴ്സും പറയുന്നത് പുതിയ വണ്ടിയാണ്, സ്ക്രാച്ചസ് കാര്യങ്ങളില്ല, സ്ക്രാച്ചസ് ഉണ്ടാവില്ല. സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ടോ, അതെങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സെറാമിക് കോട്ടിങ്ങിൻ്റെ പ്രോസസ്സ്. ഇത് നമ്മൾ വാഷിങ്ങിന് ശേഷം എടുത്തൊരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും ഈ വാഹനത്തിൽ എത്രത്തോളം ചിപ്പിങ്, എത്രത്തോളം സ്ക്രാച്ചസ്, അതുപോലെ സ്രിൽ മാർക്സ് അങ്ങനെയൊക്കെ ഉള്ളത്. ഇതൊക്കെ വളരെ മൈന്യൂട്ടായ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ കയറി ആ ലൈറ്റിങ്ങിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണുന്നതേ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ പോളിഷ് ചെയ്ത് വാഹനത്തിൻ്റെ ബോഡി നമ്മളൊരു മിറർ ഫിനിഷിങ്ങിലേക്ക് എത്തിച്ചതിന് ശേഷം സെറാമിക് ചെയ്ത് കഴിഞ്ഞാൽ, സെറാമിക് കോട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വണ്ടിയുടെ യഥാർത്ഥ ഔട്ട്പുട്ട്, യഥാർത്ഥ കളർ ഔട്ട്പുട്ടും അതിൻ്റെ പെർഫെക്ഷനിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ ബോഡി പോളിഷ് ചെയ്യുക. അതൊരു 4 സ്റ്റെപ്പായിട്ട് ചെയ്യാനുണ്ട്. ഈ ഒരു പോളിഷിങ്ങിലൂടെയാണ് നേരത്തെ നമ്മൾ കാണിച്ച ചിപ്പിംഗ് ആയാലും എന്താ പറയുക, സ്രിൽ മാർക്സ്, അതേപോലെ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് വാഹനത്തിൻ്റെ ബോഡി മിറർ ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവരുന്നത് ഈ ഒരു പോളിഷിങ്ങിൻ്റെ പ്രോസസ്സിങ്ങിലൂടെയാണ്. അങ്ങനെ നമ്മൾ പോളിഷ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വാഹനത്തിൻ്റെ ബോഡി ഏകദേശം നമുക്കൊരു മിറർ കോട്ടിങ്ങിലേക്ക് മാറിയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ സെറാമിക്കിൻ്റെ പ്രോസസ്സിങ്ങിലേക്ക് കടക്കുന്നത്. 50 ml ഈ ഒരു ബോട്ടിലിനകത്ത് വരുന്ന ലിക്വിഡ് രൂപത്തിലുള്ള ഒരു കോമ്പൗണ്ടാണ് സെറാമിക്കിനായി ഉപയോഗിക്കുന്ന ഈ ഒരു കോട്ടിംഗ് കോമ്പൗണ്ട്. നേരത്തെ ബോഡിയിൽ ഉപയോഗിച്ച കോമ്പൗണ്ടും ഇപ്പോൾ പ്ലാസ്റ്റിക്കിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ടും ഡിഫറെൻ്റ് ആണ്. ഇത് ഫൈബർ ആൻഡ് പ്ലാസ്റ്റിക് ഏരിയയിൽ ഉപയോഗിക്കുന്ന കോമ്പൗണ്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കിയ കാരൻസിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്, സെറാമിക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് റെഡി ടു ഡെലിവറി ആയിട്ട് കസ്റ്റമർ പുറത്ത് വെയിറ്റിംഗ് ആണ്.